ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് ആൻസി. ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ് താമസിക്കുന്നത്. ഇന്ന് ഞാൻ വർക്ക് ചെയ്യുന്നത് കുവൈറ്റിലാണ്. ഇവിടെ പ്രവാസികളായിട്ടുള്ളവർക്കറിയാം അവരുടെ ജീവിതം എങ്ങനെയാണെന്ന്. ഒറ്റയ്ക്ക് താമസിക്കുന്നവർ എന്നും ഒറ്റയ്ക്കായിരിക്കും. ഒരുപാട് പേര് ചുറ്റിലുണ്ടെങ്കിലും അവർക്കെന്നും ഞാൻ ഒറ്റയ്ക്കാണെന്നുള്ളൊരു തോന്നലായിരിക്കും. അപ്പോഴാണ് എനിക്കൊരു കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാനായിട്ടൊരു അവസരം കിട്ടിയത്. അതിൽ ഒരു മെൻറ്റർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വരുമ്പം എനിക്ക് എന്നിൽ തന്നെ ഒരു മാറ്റം വരുത്തണം എന്നെനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ കാരണം. നമുക്ക് നാളെ എന്താകണം എന്നുള്ള ആ ഒരു തിരിച്ചറിവ് എന്നിലേക്ക് കൊണ്ടുവന്നത് ആ ഒരു കൂട്ടായ്മയിലൂടെയാണ്. ഞാനപ്പോൾ എനിക്ക് എന്നിൽ നാളെ ആരാകണം എന്നുള്ളത്, ഇന്നലത്തെ കഴിഞ്ഞു പോയി, ഇന്നത്തെയും കഴിഞ്ഞു പോയി, നാളെ ഒരു ദിവസമുണ്ട് നമുക്ക്. ആ ഒരു ദിവസത്തിലോട്ട് പോവാനായിട്ട് എനിക്ക് എന്നെ ഒന്ന് ഉയർത്തണം, എന്നിലൊരു മാറ്റം വരുത്തണം എന്നുള്ള ഒരു ചിന്ത എന്നിലോട്ട് വന്നു. പ്രവാസികൾക്കറിയാം, ഒറ്റയ്ക്കാവുമ്പോൾ ഒത്തിരി മാത്രം വിഷമം ഉണ്ടായിരിക്കും. എൻ്റെ ഹസ്ബൻഡ്, മോളും എല്ലാം നാട്ടിലാണ്. നമുക്ക് ആരോടും ഒരു പുറത്തോട്ട് പോകാനോ ഒന്നിനും ഒരു പെർമിഷൻ ഇല്ലാത്ത ഒരു അവസ്ഥ. മാനസികമായിട്ട് ഒരുപാട് സംഘർഷം അനുഭവിക്കുന്ന ഒരു സമയം. ആ സമയത്ത് എനിക്ക് എല്ലാവരും ഉണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല എന്ന് തോന്നിപ്പിക്കുന്ന ആ ഒരു ചിന്ത എന്നിലോട്ട് വന്നതും എനിക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ എന്തെങ്കിലും ചെയ്യണം. എനിക്ക് കിട്ടുന്ന കുറച്ച് സമയം, ആ സമയം ഞാൻ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ മാറ്റിവെക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഉയരാനും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, ഒരു രൂപ കടമില്ലാതെ ജീവിക്കണം എന്നുള്ള ആ ഒരു ഉറച്ച തീരുമാനം. നമുക്ക് പലരും പൈസയില്ലാത്തതിൻ്റെ പേരിൽ കടങ്ങൾ ഏറുമ്പം ജീവിതം അങ്ങ് ഒടുക്കുന്ന ഒത്തിരി പേരുണ്ട്. അവരോടൊക്കെ ആയിട്ട് ഞാൻ പറയുകയാണ്, എൻ്റെ ഒരു ലൈഫ് അത് എനിക്ക് കിട്ടിയൊരു മോട്ടിവേഷൻ തന്നെയാണ്. ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കുകയാണ്, ജീവിതം എന്തെന്ന് മനസ്സിലാക്കുകയാണ്. ആരും ഇല്ലെങ്കിൽ പോലും നമ്മൾ ജീവിക്കണം. നമുക്ക് ഒറ്റയ്ക്കാണെന്നുള്ള ആ ഒരു തോന്നലുണ്ടെങ്കിൽ നമ്മൾ ഏതറ്റം വരെയും പോകും. നമുക്ക് എന്തൊക്കെ ആഗ്രഹങ്ങൾ, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ടാവട്ടെ, അത് പൂവണിയട്ടെ, മുന്നോട്ട് ജീവിക്കാനായിട്ട് ഒരു പ്രചോദനമാകട്ടെ നമ്മുടെ ലൈഫ്.